പെഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുള്ള പാകിസ്ഥാൻ പൗരന്മാരെ മടക്കി അയക്കാനുള്ള തീരുമാനം ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് പലയിടത്തും ഇടവെക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ജീവിച്ചിരുന്നവർ ഉറ്റവരെ ഉപേക്ഷിച്ച് മടങ്ങുന്നത് ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകളുമായാണ്. മുദ്രാസിർ അഹമ്മദ് ഷെയ്ഖ് ജമ്മു കാശ്മീർ പോലീസിൽ കോൺസ്റ്റബിൾ ആയിരുന്നു. 2022 ബാരാമുള്ളയിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തെ ശൗര്യചക്ര പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തിന്റെ ഈ ധീരയോദ്ധാവിന്റെ മാതാവിന് രാജ്യം വിടേണ്ടി വരികയാണ്. 20 വയസ്സിൽ പാകിസ്ഥാനിൽ നിന്നെത്തി കാശ്മീർ പോലീസ് ഓഫീസറെ വിവാഹം കഴിച്ച് കഴിഞ്ഞ 45 വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഈ അമ്മ ഉറ്റവരെ എല്ലാം ഉപേക്ഷിക്കുന്ന തീരാവേദനയോടെ പാകിസ്ഥാനിലേക്ക് മടങ്ങി. जो पाकिस्तान वाले हैं उनको पार कर दो, हमारा कोई एतराज नहीं है. जो हिस्सा पीको का हमारा है पीओ के, इनको मत तंग करें. मिली है और दिया जी अमीर शाह ने खुद दिया है. मेरे पास फोटोग्राफर है पूरी. ये हमारा सज जाती है. പെഹൽഗാം സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരത്വമുള്ളവരെ മടക്കി അയക്കാനുള്ള തീരുമാനം ഇത്തരം നിരവധി വൈകാരിക രംഗങ്ങൾക്ക് ഇടവയ്ക്കുന്നു. കശ്മീരിലെ മെൻധാർ ഗ്രാമത്തിൽ നിന്നും 11 പേരാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയത്. 45 വർഷത്തിലധികമായി ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ് ഇവരിലധികവും. ഉറ്റവരെ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇനി എന്താകുമെന്നതാണ് പലരുടെയും ആശങ്ക. കഴിഞ്ഞ 17 വർഷമായി ഇന്ത്യയിൽ താമസിക്കുകയാണ് ഒസാമ എന്ന ഈ യുവാവ്. പരീക്ഷ എഴുതി ജോലി കാത്തിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങാനുള്ള സർക്കാർ നിർദ്ദേശം എത്തുന്നത്. പാകിസ്ഥാനിലെത്തിയാൽ തന്റെ ജീവിതം ഇനി എന്താകുമെന്ന ആശങ്കയിലാണ് ഈ യുവാവിന്റെ മടക്കം. मेरे इस टाइम पे जो मेरा थॉट प्रोसेस बिल्कुल काम नहीं कर रहा, मैं टोटली ब्लैंक हो गया हूँ. अभी मैं करंटली मैं परसू कर रहा हूँ अपना बैचलर्स इन कंप्यूटर साइंस. मेरा फाइनल सेमेस्टर चल रहा है. जून में मेरे एग्जाम्स थे, तो मेरे कुछ और प्लान्स थे कि एग्जाम्स खत्म करके मैं जॉब्स के लिए इंटरव्यू के लिए मैं प्रिपेयर कर रहा था. लेकिन अचानक से जब सब चीज होना, ठीक है, ये बहुत अफेक्ट करती है. तो मेरा इस टाइम थॉट प्रोसेस बिल्कुल डिस्टर्ब हो गया है. പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്നവരെ മടക്കി അയക്കാനുള്ള തീരുമാനം മനുഷ്യത്വപരമായി പുനഃപരിശോധിക്കണമെന്ന് കാശ്മീരിലെ രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നവരാണെങ്കിലും പാകിസ്ഥാൻ പൗരത്വമെന്ന സാങ്കേതികതയാണ് ഇവർക്ക് വെല്ലുവിളിയാവുന്നത്. അട്ടാറി വാഗ അതിർത്തി വഴി 110 പേരാണ് ഇന്നലെ മാത്രം പാകിസ്ഥാനിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.